ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയ ഒരു അട്ടിമറി സംശയിക്കുന്നു എന്ന് AICC തീരുമാനമെടുത്തു. യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം ഒരു നിയമയുദ്ധത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പറഞ്ഞത് 45 ദിവസത്തിനുള്ളിൽ പരാതി ഉന്നയിച്ചില്ല എങ്കിൽ അത് പരാതിക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതായത് 46ാമത്തെ ദിവസം പുലരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. കാരണം ഒരു നിമിഷം പോലും ബാക്കി വെക്കാൻ തെളിവൊന്നും ഇല്ലാത്ത രീതിയിൽ. അങ്ങനെ ആ തെളിവ് നശിപ്പിക്കുന്നതിന് മുൻപ് 45 ദിവസം ആകുന്നതിന് മുൻപ് കോൺഗ്രസ് നിയമ പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയുമോ? വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കോടതിയാണ്, കോടതിയുടെ മുമ്പിലേക്ക് വരുന്ന വിഷയമാണ്, വിശാലമായ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റേതായിട്ടുള്ള സാവകാശം സ്വാഭാവികമായും കോടതി കാണിച്ചേക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു 5-10 വോട്ടിനാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വിധി നിർണ്ണയം വരുന്ന 5 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും. എത്രയോ തെരഞ്ഞെടുപ്പുകൾ, എടക്കാട്ട് ശ്രീ K. സുധാകരനെ പോലെയുള്ള ഒരാൾ അട്ടിമറി വിജയം നേടിയതുപോലെ 1, 2, 3 ഉദാഹരണങ്ങൾ മാത്രമൊക്കെ കേരളത്തിൽ പോലും പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ 45 ദിവസത്തിനുള്ളിൽ CCTV ഫൂട്ടേജ് എങ്കിലും അവിടെ സൂക്ഷിക്കണം എന്നു പറയുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചാൽ അത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം സുപ്രീം കോടതിക്ക് പോലും കോടതിക്ക് അതാണ്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന നമ്മുടെ ന്യായാധിപന്മാർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്ന മഹത്തായ ഒരു തോന്നൽ അവരുടെ മനസ്സിനകത്ത് ആഴത്തിൽ പതിപ്പിക്കാൻ സാധിച്ചാൽ ഒരു തർക്കവും വേണ്ട. ഈ 45 ദിവസത്തിനുള്ളിൽ ഒരു ഓർഡറെങ്കിലും സുപ്രീം കോടതിക്ക് ഇറക്കാൻ വേണ്ടി പറ്റും.